ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണെന്നും അന്വേഷണ സംഘം നടനോട് ചോദിച്ചറിഞ്ഞു. പോറ്റി നിരവധി തവണ പൂജയ്ക്കായി തന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നും പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അറിയില്ലെന്നുമായിരുന്നു ജയറാം മൊഴി നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മാധ്യമങ്ങളോട് ആദ്യം പറഞ്ഞതെല്ലാം തിരുത്തിയാണ് ഇപ്പോൾ ജയറാം മൊഴി നൽകിയിട്ടുള്ളത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം കേസിൽ നടനെ സാക്ഷിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ നീക്കം. കേസിലെ കള്ളപ്പണ ഇടപാട് നടന്നെന്ന കേസിൽ പിടിമുറുക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികളെ രക്ഷപ്പെടുത്തുകയാണെന്ന് SITക്കെതിരെ ആരോപണവും ഉയരുന്നുണ്ട്. കാണാം RD എക്സ്ട്രാ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചറിയാനാണ് പ്രത്യേക അന്വേഷണ സംഘം നടൻ ജയറാമിനെ ചോദ്യം ചെയ്തത്. ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് നടന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ശബരിമലയിൽ വെച്ചാണ് പോറ്റിയുമായി ബന്ധം തുടങ്ങുന്നതെന്നും നിരവധി തവണ പൂജകൾക്ക് വീട്ടിലെത്തിയിട്ടുണ്ടെന്നും ജയറാം മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വാസമായിരുന്നു. ദ്വാരപാലക ശില്പങ്ങൾ പോറ്റി കൊണ്ടുവന്ന് വീട്ടിൽ പൂജിച്ചു. പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അറിയില്ലായിരുന്നു. വാതിൽപ്പാളികൾ കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിലെത്തിച്ച് നടത്തിയ ഘോഷയാത്രയിൽ പങ്കെടുത്തുവെന്നും ജയറാമിന്റെ മൊഴിയിലുണ്ട്. 2019 ശബരിമലയിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങളുടെ പൂജയിൽ നടൻ ജയറാം പങ്കെടുക്കുന്നത്. അതിനിടെ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്നാണ് ആവശ്യം. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം 12 പേർക്ക് ED നോട്ടീസ് അയച്ചു. പിടിച്ചെടുത്ത രേഖകളിൽ വ്യക്തത തേടി ഇവരെ ഉടൻ ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. സേതു, ചിലപ്പോൾ ഒരു അങ്കലാപ്പിലായിരിക്കും ജയറാം ആദ്യ പ്രതികരണം നടത്തുമ്പോൾ. ഇപ്പോൾ ഈ മൊഴിയിൽ വന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ എന്തായാലും ഇപ്പോൾ വസ്തുത തന്നെ അദ്ദേഹം പറയാൻ കൂട്ടാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്താ സംഭവിക്കുന്നത്. നമുക്ക് കൂടുതൽ ചർച്ചയിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ലോകം തന്നെ ഞെട്ടിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇരുട്ടിൽ തപ്പുകയാണ് SIT എന്ന വിമർശനം ശക്തമാണ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുമെന്ന് അന്വേഷണ സംഘത്തിന് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കാൻ SITക്ക് ബാധ്യതയുണ്ട്. രണ്ടാമത്തെ കേസിലും കുറ്റപത്രം സമർപ്പിക്കാതെ വന്നാൽ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ വലിയ തിരിച്ചടിയാകും കേസിലുണ്ടാവുക. ജയറാമിനെ കേസിൽ സാക്ഷിയാക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോഴും ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തിന് ജയറാം മാറ്റി പറഞ്ഞു എന്നതിലും അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്. തന്ത്രി അറസ്റ്റിലായതോടെ ആരോപണങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ BJPക്ക് പിന്നാലെ കോൺഗ്രസും എല്ലാം അവസാനിപ്പിച്ച മട്ടാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിൽ പിടിമുറുക്കുന്നതോടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.